പക്ഷേ മറുഭാഗത്ത് അതുണ്ടായില്ല. അവരും ആ സമയത്ത് തന്നെ അവിടെ ഇറങ്ങുകയും റോട്ടിൽ എത്ര നേരം നിന്നു എന്നുള്ളത് നമുക്കറിയാം. രാത്രി 12 മണിയായി നമ്മുടെ പ്രദക്ഷിണം കയറിയപ്പോൾ ഇത് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്തത്. കാരണം അവരുടെ പാരമ്പര്യമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, പള്ളികൾ അടയ്ക്കുക. നമുക്കറിയാം നമ്മുടെ സമയ പ്രദേശത്തെ കോലശ്ശേരി പള്ളി നല്ല ഒരു വിധി നൽകിയ ആ വിധി അനുസരിച്ചുകൊണ്ട് മാതൃകീസ് വിഭാഗം ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി മാറി വിധി അനുസരിച്ചുകൊണ്ട്. പക്ഷേ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ഇങ്ങനെ ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നതായ പല വൈദികരും മാതൃകീസ് വിഭാഗത്തിൻ്റെ അവരുടെ നേതൃത്വത്തിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി ആ പള്ളി വീണ്ടും പൂട്ടപ്പെട്ടിരിക്കുകയുമാണ്. അതുപോലെ തന്നെ പല പള്ളികൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അവരുടെ പാരമ്പര്യം എല്ലാ കാര്യങ്ങളും ശരിയെന്ന് പറയും, പക്ഷേ അവരനുസരിക്കുകയില്ല. ജില്ലാ കളക്ടറുടെയല്ല ആരുടെ അടുത്ത് എന്തവരെ സംബന്ധിച്ചാലും പള്ളിയിൽ വരുമ്പോൾ അത് സമ്മതിക്കുന്ന ഒരു പാരമ്പര്യം അവർക്കില്ല. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. ഒരു പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കുരിശിന്റെ അവിടെ പോയി ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. പ്രദക്ഷിണം നടക്കുന്നത് ആ സമയത്ത് സന്ധ്യ നമസ്കാരം നടക്കുന്നത് ആദ്യത്തെ എൻ്റെ ഒരു അറിവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടുത്തെ പരിമലത്തിന്മേലിന്റെ മധ്യസ്ഥ പ്രാർത്ഥന കുരിശുതുള്ളി ചെന്നിട്ട് സാധാരണ പ്രദക്ഷിണം കഴിയുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് ബുക്കിലിയോനെ വെച്ചിരിക്കുകയാണ്. ഇന്നലെ അവിടെ നടത്തിയത് ബുക്കിലിയോ കഴിഞ്ഞിട്ട് സന്ധ്യാ നമസ്കാരം നടത്തുക. എവിടുത്തെ പാരമ്പര്യം എവിടുന്ന് പഠിച്ചു അറിയില്ല. കാരണം പ്രശ്നമുണ്ടാക്കുക, അങ്ങനെ നിൽക്കുന്നു, വണ്ടികൾ പോസ്റ്റ് ഇടുന്നു, ഇതെല്ലാം നമ്മൾ കണ്ടു. എനിക്ക് ഇന്നലെ വളരെ അത്ഭുതം തോന്നി. നമ്മുടെ സ്ത്രീജനത്തിൻ്റെ ആ ഓർത്തഡോക്സ് സഭയോടുള്ളതായ ഇടവകയോടുള്ളതായ ആ ഒരു സ്പിരിറ്റ്. കാരണം പോലീസ് അധികാരികൾ നമുക്ക് നല്ല രീതിയിലുള്ളതായ നേതൃത്വം നൽകാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഞാൻ കുറ്റം പറയുകയില്ല. ആ സ്ത്രീകൾ അത് കാണിച്ചത് റോഡിൽ ആദ്യമോ വരികയും അതുപോലെ അവിടെ അവർക്ക് കാണിക്കേണ്ടതായ പ്രതിഷേധങ്ങളൊക്കെ കാണിച്ചപ്പോൾ ഞാൻ അവിടെ സ്തംഭിച്ചു നിന്നുപോയി. ഞാൻ അവരെ മാറ്റുവാൻ ചെന്നതാ. ഇങ്ങനെയെങ്കിലും മാറണമെന്ന് പറഞ്ഞപ്പോൾ ഇടവകയെ സ്നേഹിക്കുന്ന മക്കൾ, ഓർത്തഡോക്സ് സഭയെ സ്നേഹിക്കുന്ന മക്കളുടെ ആ സ്പിരിറ്റ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ എനിക്കത് കണ്ടു. അത് നിങ്ങൾ ഒരിക്കലും കളയരുത്, അത് കാത്തു സൂക്ഷിക്കണം. അവസാനം വരെ ഓർത്തഡോക്സ് സഭയ്ക്ക് നമ്മൾ എന്നും നിലനിൽക്കുന്ന മക്കളാകുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതിനുശേഷം നടന്നു ഒരു മണിക്കൂർ നേരം വഴികളെല്ലാം ബ്ലോക്കായി. ആരും ഒന്നും പറയുന്നില്ല. വീണ്ടും ഓർഡറുള്ളതായി നമ്മൾ തന്നെ മാറിക്കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർ ഫോഴ്സ് ഉപയോഗിക്കുന്നെന്ന് RTO പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയത് എൻ്റെ ഇടവക ജനത്തെ അടി ഒഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാര്യം പുരുഷന്മാരൊക്കെ പറയുന്ന വെച്ചാൽ ഞങ്ങൾ അടി കൊണ്ടുപോകണം. പക്ഷേ എനിക്കത് സമ്മതിക്കാൻ പറ്റാതെ വന്നു. അതുകൊണ്ടാണ് പ്രദക്ഷിണം ഇന്നലത്തെ ക്രമീകരണത്തോടുകൂടി പള്ളിയിലത്ത് പ്രവേശിച്ചത്. അതിൽ പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അതിൽ സഹകരിക്കണം. അതിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വാക്കുകളോട് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഴക്കോടെയല്ല എന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുന്നു. നമ്മുടെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഇന്നലെ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ക്രമീകരണത്തിൽ RTO ജില്ലാ കളക്ടറും SP-യും അതുപോലെ USP ഒക്കെ അടുത്തുള്ള സംസാരിച്ചപ്പോൾ സമ്മതിച്ചു. പക്ഷെ നമ്മൾ 1-2 ഡിമാൻഡുകൾ വെച്ചു. തിരിച്ചും മറുഭാഗം എല്ലാം കയറി അതവർ വളരെ മനോഹരമായിട്ട് തന്നെ അവരത് നിറവേറ്റി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പടിഞ്ഞാറുള്ളതായ കിഴക്കുള്ളതായ കുരിശിലേക്ക് മാത്രമേ ഇന്നത്തെ പ്രദക്ഷിണം അവർ പോയിട്ടുള്ളൂ. ഒരു കുരിശുതുള്ളിയിലേക്കും അവർ വിട്ടിട്ടില്ല. കൃത്യമായിട്ട് തന്നെ തിരിച്ച് പോയടപ്പള്ളിയിലേക്ക് പ്രദക്ഷിണം നയിക്കുമെന്നാണ് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളും അവർക്ക് ഉറപ്പ് കൊടുത്തത്. 11 മുമ്പ് പരിമളത്തിലേക്ക് കുരിശുതുള്ളിയിൽ പോയി ധൂപ്രാർത്ഥന നടത്തി ഞങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു. നമ്മൾ 11 മണിക്ക് തന്നെ പള്ളിയിലേക്ക് പ്രവേശിച്ചു. നമ്മൾ അവർക്ക് കൊടുത്തതായ ഉറപ്പ് പാലിച്ചിരിക്കുന്നു. ഈ വർഷത്തെ പെരുന്നാൾ ഇങ്ങനെ. പക്ഷേ ഞാൻ പറയുന്നു, അടുത്ത വർഷം മുതൽ ഇങ്ങനെയൊരു വിട്ടുവീഴ്ച ഉണ്ടാകരുത്. കടമറ്റം ഇടവകയുടെ പെരുന്നാൾ അത് അതാത് തവണക്കാർക്ക് നടത്തേണ്ട പെരുന്നാളാണ്. ആ തവണക്കാർ തന്നെ അത് നടത്തുവാനുള്ളതായ ക്രമീകരണം അടുത്ത വർഷം മുതൽ നേരത്തെ തന്നെ അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തണമെന്ന് ഇടവക ജനങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം ഒരു അബദ്ധം നമുക്ക് പറ്റി, ഇനി പറ്റരുത്. കൃത്യഡേറ്റിൽ ഗീതക്കാർ നടത്തട്ടെ. ബാക്കിയുള്ള നമ്മൾ കഴിഞ്ഞ 4 വർഷക്കാലം മാറി നിന്ന് നേരത്തെ നടത്തി പ്രശ്നം ഉണ്ടാക്കാത്തവരാണ്. ആ ഒരു മാതൃക അവർ പിന്തുടരട്ടെ. നല്ല മാതൃക. കാരണം ഈവർഗീസ്വായുടെ പെരുന്നാളാണ് നടത്തുന്നത്. എനിക്കൊരു വിശ്വാസമുണ്ട്, ഈവർഗീസ്വായുടെ പെരുന്നാളിന്റെ പ്രദക്ഷിണം തടയാൻ ആരാണ്? അത് എന്താണ് അവസ്ഥ എന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുന്നില്ല. ഇവിടെ പലർക്കും പല ആളുകൾക്കും
ആളുകളും പള്ളി പ്രശ്നങ്ങളിൽ പല പ്രയാസങ്ങളും ഇപ്പോഴും നേരിടുന്നത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും ആരും പോകാതെ നമ്മൾ യഥാർത്ഥമായിട്ട് ആരാധിക്കുന്ന മക്കളാകുവാൻ, അനുസരണമുള്ളതായ മക്കളാകുവാൻ നമ്മളെല്ലാവരും ഇടയാകണമെന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുത്തതായ പോലീസ് അധികാരികളോടുള്ളതായ പ്രത്യേക നന്ദി ഈ തരത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ പെരുന്നാളിന്റെ ഇന്നലെയുള്ളതായ എല്ലാ കാര്യങ്ങൾക്കും പള്ളിയിലെ ട്രസ്റ്റിമാർ, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക പ്രസ്ഥാന അംഗങ്ങൾ എല്ലാം അവരുടെ കഴിവനുസരിച്ച് കഴിവിനുപരിയായിട്ട് എല്ലാവരും ഇന്നലെ രാത്രിയാണെങ്കിൽ മാനേജിംഗ് കമ്മിറ്റി കാണും, ആധ്യാത്മിക പ്രസ്ഥാനക്കാരും ഇതിന്റെ ചുമതലക്കാരെല്ലാം ഇന്നലെ രാത്രി മുഴുവനും ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം അവർ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. അവരോടുള്ളതായ പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമില്ലെങ്കിലും എൻ്റെ ഒരു വ്യക്തിപരമായിരിക്കുന്ന നന്ദി അവരെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കായിക സംഘം ഇന്നലെ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കായിക സംഘവുമായിട്ട് ഇറങ്ങിയതാണ്. അവരും കായിക സംഘവുമായിട്ട് വീണ്ടും വഴിക്ക് തന്നെ കിടക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും അതിന് ആ കുഞ്ഞുങ്ങളുടെ ആഗ്രഹമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയുമാണ്. ഇപ്പോൾ പ്രായമുള്ളവരും അതിനകത്തുണ്ട്. അതുകൊണ്ട് കായിക സംഘങ്ങളിലെ എല്ലാ ആളുകളോടും, എല്ലാ അംഗങ്ങളോടും, പ്രത്യേകിച്ച് ലഭിച്ചേണ്ട നേതൃത്വത്തിലുള്ളതായ എല്ലാ അംഗങ്ങളോടുള്ളതായ പ്രത്യേക നന്ദി ഇത്തരത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. ആരോടെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദ്യ ക്ഷമിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഉപസ്മരിക്കുന്നു. ഇപ്പോൾ നേർച്ച സദ്യ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആശീർവാദം നടത്തുന്നു. ആശീർവാദത്തിന് ശേഷം എല്ലാവരും ലൈനായിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേർച്ചത്തെയും വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ നമ്മുടെ പെരുന്നാൾ ചടങ്ങുകൾ അവസാനിപ്പിക്കാം. കൃത്യം 4 മണിക്ക് തന്നെ നമ്മുടെ പെരുന്നാൾ കൂടി ഇറക്ക് ശുശ്രൂഷകൾ കൂടി നടക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നാളെയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഇവിടെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് തൊഴിലും കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ വിട്ടുപോയി ACD ചാനലിലെ അവർ ഇന്നലെ മുതൽ മുഴുവൻ ടൈം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ജോയിച്ചേട്ട മോനും നമ്മുടെ ഓർത്തഡോക്സ് ഡോക്ടറിക്ക് വേണ്ടിയിട്ടാണ് അവനും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫോട്ടോയും അതുപോലെ വീഡിയോയും എല്ലാം എടുക്കുന്നത്. രണ്ടുപേരും ഉള്ളതായ പ്രത്യേക നന്ദി, അതുപോലെ പത്രവും മാധ്യമങ്ങളിലുള്ളതായ നന്ദിയും ഇത്തരണത്തിൽ അർപ്പിച്ചുകൊണ്ട് വാക്ക് ഉപസ്മരിക്കുന്നു. ഇപ്പോൾ ആശീർവാദം. ഇന്നലെയുമായി പരിശുദ്ധനായ ആഘോഷിക്കുവാൻ കടപ്പെട്ട് കടന്നിരിക്കുന്ന നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കാവും 30, 60, 100 മേനിയായി പ്രതിഫലം നൽകുവാനാകട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും യോഗങ്ങളെയും താമസിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾക്കുള്ള സകല സമ്പത്തുകളെയും നിങ്ങളുടെ ഇടങ്ങളെയും വലങ്ങളെയും സമ്പാദിക്കുന്ന സകല നല്ല സമ്പാദ്യങ്ങളെയും ദൈവമായി വാഴ്ത്തിയിരിക്കുവാനാകട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസികളായ പാപമോചനവും നിത്യജീവനും നൽകുവാനാകട്ടെ. ഈ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഇതിനെ ശ്രേഷ്ഠമാക്കി തീർക്കാം. എല്ലാവരെയും പരിശുദ്ധ എന്നുകൊണ്ടാണ് അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ.